DGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ CPI കക്ഷി നേതാക്കളുടെ യോഗത്തിൽ CPI എതിർപ്പ് അറിയിച്ചു. അടിയന്തരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ആലോചന. കൂടുതൽ വിവരങ്ങൾ AK സ്റ്റെഫിൻ നൽകും. സ്റ്റെഫിൻ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെയാണ് CPI പരസ്യമായൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള വഴി തുറക്കുകയാണ്. അവർ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? മൂത്തി, ഏതായാലും CPI പറയേണ്ടതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമുക്കറിയാം, ഒരാഴ്ച മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വം ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചു. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് MR അജിത് കുമാറിനെ മാറ്റിയേ തീരൂ, അദ്ദേഹം മാറും, ഇനി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല, പറയുന്നത് CPI ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുമായും MP ഗോവിന്ദനും ഒക്കെ ആയി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ആ ഒരു പ്രതികരണത്തിലേക്കൊക്കെ തന്നെ കടന്നത്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി തുടരുന്ന ആ ഒരു കടുംവെട്ടിനെതിരെ ഇനി ഏതായാലും ഒതുങ്ങി നിൽക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് CPIക്ക് അകത്ത് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഇനി 10-നും 11-നും ഒക്കെ ആയിട്ട് കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിലൊക്കെ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരും. കാരണം CPI പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ യഥാർത്ഥത്തിൽ മുന്നണിക്കുള്ളിൽ CPM അംഗീകരിക്കുന്നില്ല. അത്തരത്തിലൊരു എതിർപ്പ് CPIക്കുള്ളിൽ നിന്നും താഴെത്തട്ട് മുതലുള്ള പാർട്ടി ഘടകങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. ഈ അജിത് കുമാറിനെ മാറ്റണം എന്നൊരു ആവശ്യം പ്രധാനമായും CPI പറയുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് കുമാർ. അതോടൊപ്പം തന്നെ CPIക്ക് അതിനേക്കാൾ ഉപരി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയം RSS നേതാക്കളുമായുള്ള ADGP അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയാണ്. ക്രമസമാധാന ചുമതലയിരിക്കുന്ന ഒരു ADGP ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, പോലീസ് സേനയിലെ തന്നെ രണ്ടാമത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ RSS നേതാക്കളെ കണ്ടു എന്ന കുറ്റത്തിന് കുറ്റാരോപിതനായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ CPI ഒരുക്കമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്നൊരു നിലപാടിൽ തന്നെ അവർ ആദ്യം മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാത്തത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആ ഒരു വാദത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശക്തി കുറയുമോ എന്നൊരു ബോധ്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാകാമെന്നുള്ളതാണ് CPIക്കുള്ളിൽ നിന്നുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും വിഷയം കൂടുതൽ കത്തിച്ച് തന്നെ നിർത്താനാണ് CPIയും ലക്ഷ്യമിടുന്നത്. നിയമസഭയിൽ ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു കടന്നാക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ CPIയും CPIയുടെ അംഗങ്ങളും ഏത് നിലപാടും നിയമസഭയ്ക്കകത്ത് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇനിയും എത്രയും പെട്ടെന്ന് അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ CPI ഒരു പരസ്യമായ ഒരു പ്രതിഷേധങ്ങളിലേക്ക്, പ്രത്യേകിച്ചും CPI അങ്ങനെ പോകണമെന്നില്ല,